വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ആണ്. ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പുഡിംഗാണിത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൽ ചൈന ഗ്രാസോ ജലറ്റിനോ ഒന്നും തന്നെ ചേർക്കണമെന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യം ഒരു ബേസ് ഉണ്ട്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ആകുമ്പോൾ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബേസ് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ പുഡിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുള്ളതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ആദ്യം നമ്മളിത് ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസായിട്ട് കുറച്ച് കട്ടിയിൽ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും നമ്മൾ ഈ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടറും ബിസ്ക്കറ്റും ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുഡിങ്ങിൻ്റെ ട്രേയിൽ നമുക്കിതൊന്ന് ഫസ്റ്റ് ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു ലെയർ ഈ ബിസ്ക്കറ്റ് വെക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് ഈ ബട്ടറൊന്ന് മെൽറ്റാക്കി എടുക്കുന്ന ഒരു അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് എക്സ്ട്രാ കുക്കിംഗ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റും ബട്ടറും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ പൗഡറോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ഭാഗമാക്കിയിട്ട് മാറ്റണം, 2 പാത്രത്തിലേക്കായിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ന്യൂട്ടല്ലയാണ്. അപ്പോൾ ഈ ന്യൂട്ടല്ലക്ക് പകരം ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറും ചേർക്കാം. ഞാനിപ്പോൾ ഈ ന്യൂട്ടല്ലയാണ് ചേർക്കുന്നത്. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ന്യൂട്ടല്ല ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ന്യൂട്ടല്ല ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ന്യൂട്ടല്ല ചേർത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീമും ന്യൂട്ടല്ലയും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു ക്രീമിന്. അപ്പോൾ നമ്മുടെ ഈ ന്യൂട്ടല്ലയും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേക്ക് അനുസരിച്ചിട്ടുള്ള അളവിനാണ് നമുക്ക് ബ്രെഡ് വേണ്ടത്. നമ്മൾ 2-3 ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ബ്രെഡ് വേണം. പിന്നെ കുറച്ച് പാലൊരു ബൗളിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ പാലിൽ നമ്മൾ ഈ ബ്രെഡ് സോക്ക് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഈ പാലിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഓരോ ബ്രെഡായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ മിൽക്കിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം. അങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിതിൻ്റെ സൈഡ് കട്ട് ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് അല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. വീണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലെയർ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയും അതിൻ്റെ സിറപ്പും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഫ്രഷ് ചെറി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം, വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്, അതൊരു ലെയർ കൊടുക്കാം. ഇപ്പോൾ ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ കൂടെ കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ഇങ്ങനെ പാലിലൊന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ചെറി സിറപ്പും ചെറിയും കൂടെ ചേർക്കാം. ഇനി ഇതിന് മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂട്ടല്ലയും വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിനൊരു പണിയില്ലല്ലോ, ജസ്റ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ട ഒരു പണിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവും ഇത്. നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാവുന്നൊരു ഇതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ഓറിയോൻ്റെ ബിസ്ക്കറ്റിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ക്രീമും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഒരു ഐസിങ് ബാഗിൽ എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഓരോ ചെറീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് എത്ര ലെയറിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതിന് പാകത്തിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ചെറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ ഒരു ബട്ടർ മെൽറ്റ് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കി ജസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.